ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനുവേട്ടന് വർഷയേക്കാൾ മുത്തശ്ശിയെ കാണാനാണ് തിടുക്കമെന്നറിയാം. വിനുവേട്ടന്റെ ഭാഷ ശരിക്കും മനസ്സിലാവുന്നത് മുത്തശ്ശിക്കാ. അങ്ങനെയുള്ള മുത്തശ്ശിക്ക് വിനുവേട്ടനെ കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയാ. സങ്കടം പറഞ്ഞ് കരയുന്നത് ജീവന്റെ ഒരു നേരിയ തുടുപ്പ് മാത്രമുള്ള മുത്തശ്ശിയുടെ ശരീരത്തോടാ. വിനുവേട്ടനെ ഏട്ടാന്ന് വിളിച്ച് തല്ലാൻ വടിയോ വന്ന മുത്തശ്ശിയെ വിനുവേട്ടന് ഇപ്പൊ എത്ര വേണേലും തല്ലാം. തിരിച്ചു തല്ലാൻ മുത്തശ്ശിക്ക് കഴിയില്ല. ഈ അവസ്ഥ മുത്തശ്ശിയെ കാണുമ്പോ വിനുവേട്ടനുണ്ടാവും. വേണ്ട, ഈ അവസ്ഥയിൽ മുത്തശ്ശിയെ കാണുമ്പോ വിനുവേട്ടന് വിഷമമുണ്ടാവും. അതുകൊണ്ടാ കാണാൻ അനുവദിക്കാത്തത്. മുത്തശ്ശി സുഖം പ്രാപിക്കുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കണം. പാവം വിനുമോൻ, അവൻ അമ്മയുടെ വടി കൊണ്ട് ഒരു തല്ല് കിട്ടണം. അതിനാവൻ വന്നത്. പുറത്ത് ഫോണിലൂടെ ഒരു കക്ഷിയായിട്ട് ഞാൻ ബിസിനസ് ഡീൽ സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശിയുടെ നിലവിളി കേട്ടത്. ഞാൻ വന്ന് നോക്കുമ്പോ തറയിലും ബോധം കെട്ടി കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടത്. അച്ഛമ്മയാണല്ലോ. എന്താ ഈ നേരത്തെ വിളിക്കാൻ? ഹലോ ഹലോ അച്ഛമ്മ. ഹലോ അച്ഛമ്മേ. ജഗ, അങ്ങനെ എന്താ വന്ദനെ? അവസാനമായിട്ട് എന്റെ ഫോണിൽ വന്ന അച്ഛമ്മയുടെ ഫോണിനെ കുറിച്ച് ആലോചിച്ചത്. മോളെ എന്നൊരു വിളി മാത്രം കേട്ടു. പിന്നെ ഒന്നും കേട്ടില്ല. ഫോൺ കട്ടായി. എന്നോടെന്തോ അച്ഛമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നു. അതെന്തായിരിക്കും? അതിന്റെ മറുപടി ഒരു പക്ഷേ മുത്തശ്ശിയുടെ നാവോട് തന്നെ കേൾക്കാൻ കഴിയും. നമുക്ക് കാത്തിരിക്കാം.